പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 15 ദിവസക്കാലം നാം പിന്നിടുകയാണ്. ഓരോ ദിനവും നാം ഓരോരുത്തരും തമ്പുരാനിൽ നിന്നും അനുഭവിക്കുന്ന സകല നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദിയും സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 10-ാം വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 23 വേഴ്സ് 10 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ നായകന്മാർ എന്നും പേരെടുക്കരുത്, ഒരുവൻ മാത്രമാണ് നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. യേശുക്രിസ്തുവിൻ്റെ അന്ത്യ ദിനങ്ങൾ ഈ ഭൂമിയിലേത് എണ്ണപ്പെട്ടിരിക്കുന്നു. കഷ്ടാനുഭവിച്ച വേദപുസ്തക പ്രകാരമുള്ള കണക്ക് നോക്കിയാൽ ഇന്ന് 5-ാം ദിവസമാണ്. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേക എന്ന് പറഞ്ഞാൽ വിവാദങ്ങളുടെയും ഉപമകളുടെയും ചോദ്യം ചെയ്യലുകളുടെയും ഒക്കെ ദിനമാണ്. പല പല വിവാദങ്ങളിൽ ഏർപ്പെടുന്നു. യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള ചോദ്യം. യേശു പല ഉപമകൾ തൻ്റെ ശിഷ്യന്മാരോടായും കൂടപ്പെട്ടവരോടായും പറയുന്നു. അതാണ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവരോട് പറയുകയാണ്, പരീശന്മാരും സദൂക്യരും ഒക്കെ മോശയുടെ ന്യായപീഠത്തിൽ ഇരിക്കുകയാണ്. അവ ഇരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നല്ലതാണ്, പക്ഷേ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. എന്താണ് അവർ ചെയ്യുന്നത്? അവർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ പീഡിപ്പിച്ച് അവർ സ്വയം വലുതാവുകയാണ്. അവർ അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും ഒക്കെ നേടി തങ്ങൾ സ്വയം വലുതാവുകയാണ്. ജനങ്ങൾ റബ്ബി എന്ന് വിളിക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ റബ്ബി എന്ന് വിളിക്കരുത്, ഗുരു ഒരുവൻ മാത്രമേ ഉള്ളൂ. വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, പിതാവ് ഒരുവനേ ഉള്ളൂ, സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവാണ്. അത് കഴിഞ്ഞ് 3-ാമതായിട്ട് പറയുകയാണ്, നിങ്ങൾ നായകനെന്നും പേർ എടുക്കരുത്. നമുക്ക് ആകെ ഒരേ ഒരു നായകനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അതെ, കർത്താവ് തന്നെ പറയുകയാണ്, അന്ന് നിലനിന്നിരുന്ന പരീശന്മാരുടെയും സദൂക്യരുടെയും പഠിപ്പിക്കലുകൾ, ജീവിതചര്യകൾ, ജനത്തെ എങ്ങനെയാണ് അവർ ദുർവിനിയോഗം ചെയ്തിരുന്നത്, ദുരുപദേശം കൊടുത്തിരുന്നത്, അത് ഈ യേശുവിൻ്റെ അവസാന ദിനങ്ങളിൽ വ്യക്തമാക്കുകയും അവർക്കുള്ള താക്കീതും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഇന്നത്തെ വാഗ്ദത്ത വചനമായ 10-ാം വാക്യത്തിലേക്ക് നോക്കിയാൽ പറയുകയാണ്, നമുക്ക് ഒരേ ഒരു നായകൻ മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്ത ഞാനും നിങ്ങളും ഏറ്റെടുക്കണം. അവരവരൊന്ന് ചിന്തിച്ചാട്ട് നമുക്ക് ആരാണ് നായകൻ? നമ്മൾ പലപ്പോഴും ക്രിസ്തീയ ഭവനങ്ങളുടെ വാതിക്കൽ കട്ടളപ്പടിമേലും ഭിത്തിമേലും എഴുതി വെക്കും, ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. ശരിക്കും പറഞ്ഞാൽ യേശുവാണോ നമ്മുടെ ഭവനത്തിൻ്റെ നായകൻ? അവരൊരു ചിന്തിക്കണം. ഈ എഴുതി വെക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. നല്ല ഭംഗിയുള്ള ശിലാഫലകങ്ങൾ കാശ് മുടക്കി വാങ്ങിച്ച് ഫിക്സ് ചെയ്യുന്നതിന് ഒട്ടും കുഴപ്പമില്ല. പക്ഷേ നായകൻ ആരാണ് എന്ന് സ്വയം ചിന്തിക്കണം. ചിലർക്ക് രാഷ്ട്രീയ നേതാക്കന്മാരാണ് നായകർ.
ചിലർക്ക് സിനിമാ ഫീൽഡിൽ, മറ്റു ചിലർക്ക് സ്പോർട്സ്. ഇന്നത്തെ യുവതലമുറയോട് ചോദിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകാത്ത ആരുടെയൊക്കെയോ എന്തൊക്കെയോ രൂപങ്ങളാണ് അവരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നത്. നായക സങ്കല്പങ്ങളൊക്കെ മാറിയിരിക്കുന്നു. ലോകമിന്ന് അതിവേഗം മുൻപോട്ട് പോയി. എന്നാൽ കർത്താവ് തന്നെ തൻ്റെ ഈ ഭൂമിയിലെ അന്ത്യ ദിവസങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ഗുരു, റബ്ബി ഒരാളെ ആകാവൂ, നിങ്ങൾക്ക് പിതാവ് ഒരാളെ ആകാവൂ, നിങ്ങൾക്ക് നായകനും ഒരാൾ മാത്രമേ ആകാവൂ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യേശു എന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാണ്, എൻ്റെ നായകനാണ് എന്നൊക്കെ പറയും. പ്രത്യേകിച്ച് ഈ കഷ്ടാനുവാഴ്ച ക്രൂശിനെ മാത്രം ധ്യാനിക്കുന്നു, ധ്യാന പ്രസംഗങ്ങൾ ഇങ്ങനെയുള്ള ഒക്കെ ചെയ്യും. പക്ഷേ കാര്യസാധ്യത്തിന് കേരളത്തിലുള്ളതും കേരളത്തിന് പുറത്തുമായിട്ടുള്ള സകല പള്ളികളും മറ്റുള്ള സകല പുണ്യ സ്ഥലങ്ങളിലും സന്ദർശിക്കാറില്ലേ? നേർച്ച കാഴ്ച കൊടുക്കാറില്ലേ? പല വിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യാറില്ലേ? ഇനിയും എന്നാണ് നമുക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാവുക? യേശു നായകനാണെങ്കിൽ അതിനിടയ്ക്ക് വേറെ ഇടത്ത് എന്താണ് പോകുന്നത്? അതിന്റെ അർത്ഥം യേശു ഇതുവരെയും എൻ്റെ ജീവിതത്തിന്റെ നായകനും നടത്തിപ്പുകാരനും ആയിട്ടില്ല എന്നാണ്. അങ്ങനെയുള്ള ഒരാൾ എത്ര പ്രയാസവും ബുദ്ധിമുട്ടും നഷ്ടവും കോട്ടവും എന്തെല്ലാം പ്രതികൂലങ്ങളും നേരിടേണ്ടി വന്നാലും വേറെങ്ങും പോവുകയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ അവരോട് ചിന്തിച്ചാട്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നായകനെ മാറാറുണ്ടോ? എന്റെ കാര്യസാധ്യത്തിന് വേണ്ടി പള്ളിയിലല്ലേ പോകുന്നത്? ആ പള്ളിയിൽ പോയാൽ എന്താ കുഴപ്പം? ഇന്ന വീട്ടിലെ ഇന്നാള് പോകുന്നില്ലേ? എത്രയോ ലക്ഷങ്ങൾ പോകുന്നില്ലേ? പ്രിയമുള്ളവരെ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നായകൻ എനിക്ക് ആരാണ്? ആ ചോദ്യത്തിനു മുമ്പിൽ വ്യക്തമായ ഉത്തരം നമുക്കുണ്ടെങ്കിൽ നാം എങ്ങും ഓടുകയില്ല. കാരണം പൗലോസ് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാപ്പാൻ അവൻ ശക്തനാണ്. ഇന്നിച്ചിര പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക പ്രയാസങ്ങൾ, ജോലിയുടെ വിഷയങ്ങൾ, ആരോഗ്യ വിഷയങ്ങൾ, വിസയുടെ പ്രശ്നം, കുഞ്ഞുങ്ങളുടെ ചില പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ചില കുടുംബ പ്രശ്നങ്ങൾ ഒക്കെയുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, എന്റെ നായകനും നടത്തിപ്പുകാരനുമായ കർത്താവ് എന്നെ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. എന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ നാണിപ്പിക്കുന്നവനല്ല, ലജ്ജിപ്പിക്കുന്നവനല്ല. എന്നെ എത്തേണ്ട ശുഭ തുറമുഖത്ത് കൊണ്ടെത്തിക്കുവാൻ എന്റെ കർത്താവ് മതിയായവനാ. ആകയാൽ പ്രിയമുള്ളവരെ, വചനം പറയുന്നു, നമുക്കൊരൊറ്റ നായകനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. കഷ്ടാനുവാഴ്ചയുടെ പാട്ടുപാടി, ആരാധന കൂടി, പ്രസംഗം കേട്ട്, നോമ്പുമെടുത്ത്, കഞ്ഞി കുടിച്ചതുകൊണ്ട് ക്രിസ്തു നായകനാവുകയില്ല. ക്രിസ്തു നായകനാകണമെങ്കിൽ യേശുവിനെ വ്യക്തിപരമായി ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. എന്തെല്ലാം വന്നാലും ഞാൻ കർത്താവിൽ നിന്നും പിന്മാറി പോവുകയില്ല എന്നുള്ള ഉറപ്പും ദൃഢനിശ്ചയവും എന്നിലും നിങ്ങളിലും ഉണ്ടാവണം. ആകയാൽ കഷ്ടാനുഭവാഴ്ചയിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, ഇന്ന് വേദപുസ്തക പ്രകാരം 5-ാം ദിനമാണ്. ഈ ദിനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആഹ്വാനം, എന്റെ നായകൻ ആരാണ്? ആ ചോദ്യത്തിന് മുമ്പാകെ ജീവജലം ശ്രവിക്കുന്ന ഓരോരുത്തരും വ്യക്തമായ ഉത്തരം കണ്ടെത്തുക. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചേക്കാം. കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ, പ്രിയപ്പെട്ടവരുടെ ചോദ്യങ്ങളുടെ മുമ്പാകെ ഉത്തരമില്ലാതെ ഞാൻ പലപ്പോഴും നിശബ്ദനാകുമ്പോൾ ഞാൻ പലയിടത്തും ഓടാറുണ്ട്. യേശു എന്ന നായകനെ വഴിയിൽ നിർത്തിയിട്ട് എളുപ്പന്ന് കാര്യം സാധിക്കാൻ കുറുക്കുവഴി തേടിയിട്ടുണ്ട്. ഇപ്പോഴും അറിഞ്ഞും അറിയാതെയും തേടുകയാണ്. പലയിടത്തും
നേർന്നിട്ടിരിക്കുകയാണ്. എൻ്റെ ഇന്ന കാര്യം സാധിച്ചാൽ ഞാൻ ഇന്നത് ചെയ്തേക്കാം. പ്രിയമുള്ളവരെ, നമ്മളും ജാതികളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുക. അതുകൊണ്ട് യേശു തന്നെ പറയുന്നു, നമുക്കൊരേ ഒരു നായകനേ ഉള്ളൂ, ക്രിസ്തു തന്നെ. ആ ക്രിസ്തു, ആ രക്ഷകൻ, ആ മശിഹ എൻ്റെ നിങ്ങളുടെയും നായകനാവട്ടെ, ജീവിതത്തിന്റെ നടത്തിപ്പുകാരനാകട്ടെ. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനോട് ചേർന്ന് മുൻപോട്ട് പോകുവാൻ ഇന്നത്തെ ദിനം സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനും നായകനും നടത്തിപ്പുകാരനുമാകുന്ന കർത്താവേ, സ്വർഗീയ പിതാവേ, തന്റെ ഈ ഭൂമിയിലെ അവസാന ദിനങ്ങളിൽ തന്റെ അടുക്കൽ വന്ന ജനത്തോട് പറഞ്ഞല്ലോ, നിങ്ങൾ മനുഷ്യരെ അല്ല റബ്ബി എന്ന് വിളിക്കേണ്ടത്, നിങ്ങൾ ഈ പറയുന്ന സ്വയം പുകഴ്ത്തുന്ന പരീശന്മാരെയോ സാധുക്യരെയോ അല്ല പിതാവെന്ന് വിളിക്കേണ്ടത്, നിങ്ങൾ നായകനെന്നും അവരെ വിളിക്കരുത്. ഒരേ ഒരു നായകനേ ഉള്ളൂ, യേശു മാത്രമാണ്. കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ അങ്ങയെ വിട്ടിട്ട് കുറുക്കുവഴി തേടിയിട്ടുണ്ട്. പല ലോക നായകന്മാരിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. അവയെല്ലാം ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ക്രിസ്തുവെന്ന ഏക നായകനിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത ചുവടുകൾ വെക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്ന് ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. അവരുടെ തീരുമാനത്തെ തമ്പുരാൻ മാനിക്കണം. കർത്താവ് മാത്രമായിരിക്കണം ഞങ്ങളുടെ നായകൻ. ജീവിതത്തിന്റെ ഏതെല്ലാം വൈതരണികൾ വന്നാലും അങ്ങ് മാത്രം ഞങ്ങളുടെ നായകനായി നിത്യനിരത്തുവോളം ആ നിലയിൽ ഞങ്ങളെ അവിടുത്തെ കൃപയാൽ നടത്തണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ നായകൻ യേശു മാത്രമായിരിക്കട്ടെ. ജീവിതത്തിന്റെ ഏതെല്ലാം സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളികളും വന്നാലും എൻ്റെ നായകനായ ക്രിസ്തു മതിയായവനാണ്. ആ ഉറപ്പോടെ, ആ ധൈര്യത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യാത്ര പോകുന്നവരുണ്ട്, എക്സാമിന് പോകുന്നവരുണ്ട്, പുതിയ അഡ്മിഷൻ കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട്, നിയമകാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട്, ആശുപത്രി കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായി വിവിധ കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട്, വിസ, ശമ്പളം, കുടുംബത്തിന്റെ പല പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യങ്ങൾ, ഒത്തിരി ഒത്തിരി വിഷയങ്ങൾക്ക് പോകുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും ഒരു മനുഷ്യനിലും ഒരു ആൾ ദൈവങ്ങളിലും ഒരു കുട്ടി ദൈവങ്ങളിലും ഒരു പ്രഖ്യാപിത നേതാക്കന്മാരിലും ആശ്രയിക്കരുത്. നമുക്ക് ആശ്രയിക്കാൻ ഒരേ ഒരു നായകനേ ഉള്ളൂ, യേശു. ആ യേശുവിൽ പരിപൂർണമായി ആശ്രയിച്ചുറച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.